കിരണിന്റെയും കല്യാണിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ? അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് പ്രകാശന് തന്റെ പഴയ കാലത്തെക്കുറിച്ചൊക്കെ ഓർക്കുവാണ്. കല്യാണിയെ താൻ ഉപദ്രവിച്ചതിനെ കുറിച്ചൊക്കെ പ്രകാശന്റെ മനസ്സിലേക്ക് കുറച്ച് ചിന്തകൾ ഇങ്ങനെ വരുവാണ്. ഒരു ദിവസം കല്യാണി അതേപോലെ തന്നെ തന്റെ പശുക്കൾക്ക് കാടി കലക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും ദീപ അങ്ങോട്ടേക്ക് ചെന്നു. ദീപ എന്നിട്ട് ചോദിച്ചു, അല്ല മോളെ, നീ ഇതെന്താ ഇപ്പോഴും ജോലിയാണോ? ബാ, എന്തെങ്കിലും ആഹാരം കഴിക്കാം. മോൾ ആഹാരം ഒന്നും കഴിച്ചില്ലോ? എനിക്ക് വേണ്ടമ്മേ. എന്താ മോളെ വേണ്ടാത്തെ? ഞാനേ ബാലമാമയുടെ വീട്ടിൽ നിന്ന് കഴിച്ചായിരുന്നു. എന്ത് കഴിച്ചു? ദോശ കഴിച്ചായിരുന്നു. ഇത് വെറുതെ പറയല്ല, അമ്മ എന്തേലും കഴിച്ചോ? മോള് കഴിക്കാതെ അമ്മയ്ക്ക് ഇറങ്ങുവോ? മോള് ഇവിടെ പട്ടിണി ഇരിക്കുമ്പോ അമ്മയ്ക്ക് കഴിക്കാൻ പറ്റുമോ? മോള് എഴുന്നേറ്റ് വാ. ഞാൻ കഴിച്ചു എന്ന് പറഞ്ഞില്ലേ അമ്മേ? അന്ന് ഒരു കാര്യം ചെയ്യാം, ഞാൻ ഇപ്പൊ തന്നെ ബാലേട്ടനോട് വിളിച്ചു ചോദിക്കാം നീ കഴിച്ചോ ഇല്ലയെന്ന്. അപ്പോഴേക്കും കല്യാണിയുടെ മുഖമൊക്കെ അങ്ങോട്ട് മാറി. ആ സമയം ദീപ പറഞ്ഞു, അപ്പൊ നീ കഴിച്ചിട്ടില്ലല്ലേ? എനിക്കറിയാം നീ കഴിച്ചിട്ടില്ലെന്ന്. എന്റെ മോളെ, നീ എന്തിനാ ഇങ്ങനെയൊക്കെ പറയണേ? നീ എന്തിനാ പട്ടിണി കിടക്കുന്നേ? ഞാൻ കണ്ടിട്ടുണ്ട്. നീ പശുവിന് കലക്കിയ കാടിവെള്ളം വരെ എടുത്ത് കുടിക്കുന്ന വിശന്നിട്ട്. എന്നാലും അപ്പോഴേക്കും കല്യാണി പറഞ്ഞു, അമ്മ വിഷമിക്കണ്ട, എനിക്കതിൽ വിഷമമൊന്നുമില്ല എന്നൊക്കെ കല്യാണി പറയണം. കല്യാണിയുടെ ആഗ്യ ഭാഷയും കൂടെ കണ്ടു കഴിഞ്ഞപ്പത്തിന് ഒന്നുകൂടെ ദീപയ്ക്ക് സങ്കടമായിപ്പോയി. കാരണം കല്യാണിക്ക് അന്നൊന്നും സംസാരിച്ച ശേഷി ഇല്ലായിരുന്നല്ലോ. എല്ലാം ആംഗ്യഭാഷയിലല്ലേ കാണിക്കണ്ടായിരുന്നുള്ളൂ. ആ സമയം ദീപ പറഞ്ഞു, ദേ അകത്ത് ആഹാരം ഇരിപ്പുണ്ട്. പിന്നെ ഒരു കൊലയാണ് സ്റ്റോർ റൂമിൽ പഴുപ്പിക്കാനായിട്ട് വെച്ചിരിക്കുന്നത്. അത് കുറേയൊക്കെ പഴുത്തു. അതിനകത്തുനിന്ന് 2-3 പഴം എടുത്തുകൊണ്ട് പോയി വിക്രത്തിന് കൊടുക്കുന്നുണ്ട് നിന്റെ അച്ഛന്. പിന്നെ നാടൻ മുട്ടയൊക്കെ പുഴുങ്ങി കൊടുക്കുന്നുണ്ട് നിനക്ക്. പക്ഷേ ഇതൊന്നും ഇല്ലല്ലോ മോളെ. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പണി, ഒരു സാധനം പോലും കഴിക്കാനും ഇല്ല. അല്ലെങ്കിലും ഇന്നലെ വൈകുന്നേരം നീ ഒന്നും കഴിച്ചിട്ടില്ലല്ലോ. ഒരിച്ചിരി കഞ്ഞിവെള്ളം ഇച്ചിരി 2-3 പറ്റുമല്ലേ നിനക്ക് കിട്ടിയിട്ടുള്ളൂ. നീ ഇങ്ങനെ പട്ടിണി ഇരുന്നിട്ടുണ്ടെങ്കിൽ നിനക്ക് എന്തേലും സംഭവിച്ചു പോകും. നീ വാ. അതെ, ഇപ്പോഴാണെങ്കിൽ ഈ വീട്ടിൽ ആരുമില്ല. കല്യാണി പറഞ്ഞു, വേണ്ട, അച്ഛൻ വന്നിട്ടുണ്ടെങ്കിൽ വഴക്ക് പറയും. എന്ത് വഴക്ക് പറയാനായിട്ട്? ഇപ്പോഴെങ്ങും വരത്തില്ല പ്രകാശേട്ടൻ. അതുകൊണ്ട് പെട്ടെന്ന് മോള് വന്ന് കഴിച്ചിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞ് അങ്ങോട്ട് വിളിച്ചുകൊണ്ട് പോയി അടുക്കളയിലേക്ക്. അവൻ ഡൈനിങ് ടേബിളെ കൊണ്ടിരുത്തിയിട്ട് പറഞ്ഞു, എത്ര നാളായി മോൾക്ക് ഞാൻ ആഹാരം വിളമ്പി അതുപോലെ തന്നെ വാരി തരുകയൊക്കെ ചെയ്തിട്ട്. അതും പറഞ്ഞിട്ട് ഒരു പാത്രത്തിലേക്ക് കുറേ ചോറും കറി എടുത്തു. ഇന്ന് മോൾക്ക് ഞാൻ വാരിത്തരാം. അതും പറഞ്ഞ് ഭയങ്കര സന്തോഷത്തോടുകൂടി ദീപ വാരി കൊടുക്കാണ്ട് അങ്ങോട്ട് ഒരുങ്ങണം. അങ്ങനെ വാരി കൊടുക്കാണ്ട് കല്യാണിന്റെ അടുത്തേക്ക് കൈ കൊണ്ട് അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പത്തിന് ആ പ്ലേറ്റിനിട്ട് ഒറ്റ തട്ടായിരുന്നു. തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞപ്പോ ഭാനുമതി മുത്തശ്ശി നിൽക്കുന്നു. എടി, ആരുമില്ലാത്ത സമയം നോക്കി നീ നിന്റെ മകളെ ഊട്ടിക്കുമായിരുന്നില്ലേ? അപ്പോഴേക്കും പ്രകാശനും കൂടെ അങ്ങോട്ടേക്ക് വന്നു. അവര് വന്നതുപോലും ഇവർ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എന്റെ മോന് കഴിക്കാനുള്ള ആഹാരമാണ് ഇവൾക്ക് നീ കൊടുക്കുന്നത് എന്നൊരു വൃത്തിയായിട്ട് ഭാഷയും പറഞ്ഞിട്ട് അങ്ങോട്ട് കൊടുക്കുവാണ്. അടി കൊടുക്കുവാണ് ദീപയുടെ കർണം നോക്കിയിട്ട്. മേലാൽ ഈ പരിപാടി കാണിച്ചുണ്ടല്ലോ. അപ്പോഴേക്കും കല്യാണി അച്ഛ അമ്മയെ തല്ലലെന്ന് കൈ കൊണ്ട് കാണിക്കുന്നുണ്ട്. ഒന്ന് പോടി അവിടുന്ന്. നിന്റെ അമ്മ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. വീണ്ടും 2-3 തല്ലും കൂടി ഇട്ട് കൊടുക്കുവാണ്. ഞാൻ പറഞ്ഞിട്ടില്ലേടി ഇവളോട് എന്നാ ഒരു കാരണവശാലും പരിക്കകത്ത് കയറ്റില്ലെന്ന്. എന്നിട്ടോ നീ അതൊക്കെ അനുസരിക്കുന്നുണ്ടോടി എന്നൊക്കെ ചോദിക്കണം. ഭാനുമതി മുത്തശ്ശി പറഞ്ഞു, കൊടുക്കടാ. അങ്ങനെ തന്നെ അവൾക്കോട്ട് കൊടുക്കാൻ പറയണം. കല്യാണിക്ക് ടെൻഷനായി. കല്യാണി ഇടയ്ക്കിലേക്ക് കയറി. അപ്പോഴേക്കും പ്രകാശൻ കല്യാണിയും കൂടെ പിടിച്ചു മാറ്റി. നിനക്ക് വിശക്കുന്നുണ്ടെങ്കിൽ വല്ല കാടിവെള്ളം കുടിച്ചണം. അല്ലാതെ ഇവിടെ ഉണ്ടാക്കുന്ന ഒരു സാധനം എടുത്ത് കഴിച്ചേക്കല്ല. കഴിച്ചിട്ടുണ്ടല്ലോ നല്ല കാണിച്ചരാ, അല്ലേ ഇവളെ ഇങ്ങനെ വിട്ടിട്ട് കാര്യമില്ല. അപ്പോഴേക്കും മുത്തശ്ശി പറഞ്ഞു, അവൾക്ക് ഭയങ്കര അഹങ്കാരമാടാ പ്രകാശ. അതെ, ഇവളുടെ അഹങ്കാരം ഇന്നത്തോടുകൂടി ഞാൻ തീർത്ത് കൊടുക്കുന്നുണ്ട്. നിന്നെ ഞാൻ കാണിച്ചരാ. നീ ആരാന്നാ നിന്റെ വിചാരം? എന്റെ മോന് കഴിക്കേണ്ട ആഹാരമൊക്കെ കഴിച്ചിട്ട് നീ ഇവിടെ സൂചിച്ചു കയറി ഇരിക്കുമല്ലേ? അപ്പോഴേക്കും ദീപ പറഞ്ഞു, പ്രകാശേട്ടാ മോളെ ഒന്നും ചെയ്യരുത്. മോള് പാവ. അവളെ ഇന്നലെ തൊട്ട് പട്ടിണിയല്ലേ. അവൾക്ക് എന്തെങ്കിലും കൊടുത്തില്ലെങ്കിൽ അവളുടെ ദേഹം വീട് പോവില്ലേ? പീട്രി, അവള് ചത്തുപോട്ടെ. നിനക്കെന്താ പ്രശ്നമുണ്ടോ? എനിക്കൊരു പ്രശ്നമില്ല അവള് ചത്തുപോകുന്നതുകൊണ്ട്. പ്രകാശേട്ടാ ഇങ്ങനെ കണ്ണിച്ചോര ഇല്ലാതെ വർത്താനം പറയല്ലേ. എടി, എന്റെ മകന് മാത്രം നീ തീറ്റ കൊടുത്താൽ മതി. അവനെ മാത്രം നീ തീറ്റി പൊറ്റിയാൽ മതി. ഇവളെപ്പോലൊരു സന്ധിതിയെ നീ തീറ്റി പൊറ്റേണ്ട കാര്യമില്ല. ഇവളെ എനിക്ക് ഇഷ്ടമില്ല. പറഞ്ഞു കേട്ടല്ലോ. ഞാൻ പറയുന്ന കൂടെ അനുസരിച്ചാൽ മതി. ഇങ്ങോട്ടേക്ക് വാടി. നിന്റെ തീറ്റ ഞാൻ അവസാനിച്ചിട്ടുള്ളൂ. അതും പറഞ്ഞ് കയ്യെ പിടിച്ച് വലിച്ചോണ്ട് പോവാ. നിന്നെ കൊണ്ടേ കായരത്തുള്ളൂ. നീ അവിടുത്തെ വെള്ളം കുടിച്ചാൽ മതി. ദീപ പുറകെ ചെന്നു. വേണ്ട പ്രകാശേട്ടാ, അങ്ങനെയും ചെയ്യരുത്. മോള് പാവ. അവളെ കൊല്ലലെന്ന് പറയണം. കൊല്ലണം വേണ്ടെന്ന് ഞാൻ തീരുമാനിക്കും. ഭാനുമതി മുത്തശ്ശി കൂടെ പോയി. അങ്ങനെ കല്യാണിയുടെ കയ്യെ പിടിച്ച കായൽക്കരയിലേക്ക് അങ്ങോട്ട് ചെന്നു. എടി, ഇപ്പൊ തന്നെ നിന്നെ കായൽ താഴ്ത്താനായിട്ട് പോവാ. അല്ല, മുമ്പ് നിന്നെയാണെന്ന് വെള്ളത്തിലെടുത്ത് എറിഞ്ഞാണല്ലോ. അന്ന് നിന്റെ അമ്മ രക്ഷിച്ചു. പക്ഷെ ഇത്തവണ നിന്റെ അമ്മ ആരും നിന്നെ രക്ഷിക്കാൻ വരത്തില്ല. കണ്ടോ, നീ ആ ചെളിക്കകത്ത് താണ്ടു പോവും എന്ന് പറഞ്ഞു. അപ്പോഴേക്കും തീ പറഞ്ഞു, പ്രകാശേട്ടാ ഇങ്ങനെയുള്ള വർത്താനൊന്നും പറയരുത്. നമ്മുടെ മോളല്ലേ, അവള് പാവല്ലേ. നമ്മുടെ മോളോ? മിണ്ടരുത്. ഒരക്ഷരം പോലും നീ മിണ്ടിയാക്കരുത്.
ഹും, അവളുടെ ഒരു മോള് വന്നിരിക്കുന്നു. അപ്പോഴേക്കാണ് കഴുത്തെല്ലാം മണി കിടക്കുന്നുണ്ട്. നിന്റെ ഒരു മണി, ഈ മണി വെച്ചല്ലേ ഇത്ര നാൾ നീ രക്ഷപ്പെട്ടോണ്ടിരുന്നേ. ഈ മണി അങ്ങോട്ട് ഊരി മാറ്റിയേക്കാന്ന് പറഞ്ഞിട്ട് ആ മണി ഊരി ഒറ്റ ഏറ് കൊടുക്കുവാണ്. ഈ മണി കെട്ടിക്കൊണ്ട് നീ നടക്കുന്നു കാണണം എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ദീപയ്ക്ക് ഭയങ്കര വിഷമമായി. ഇങ്ങോട്ട് വാടി, നിന്നെ കായലിൽ തള്ളാൻ പോകുന്ന പിടിച്ചു കഴിയുമ്പോഴത്തേനും പ്രകാശന കല്യാണിന്റെ കയ്യിലേക്ക് പിടിച്ചു കഴിഞ്ഞപ്പോൾ ദീപ പ്രകാശിന്റെ കാലിലേക്ക് വീണ് കെട്ടിപ്പിടിക്കുകയാണ്. വേണ്ട പ്രകാശേട്ടാ, ഉപദ്രവിക്കരുതേ, പാവം നമ്മുടെ മോള്, അവളെയും ചെയ്യരുത്. പ്രകാശന്റെ കാലെ പിടിക്കാൻ ഞാൻ, എന്നെ വേണേ കൊന്നു, പക്ഷെ അവളെ ഒന്നും ചെയ്യരുത് എന്ന് പറഞ്ഞ് കാലെ വീഴുവാണ്. ഭാനുമതി മുത്തശ്ശി പറഞ്ഞു അതൊക്കെ അവളുടെ ഹടപാടാന്ന് പറയണം. പ്രകാശിന് പിന്നെ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. പ്രകാശം പറഞ്ഞ് തൽക്കാലത്തേക്ക് ഇന്ന് രക്ഷപ്പെട്ടെന്ന് കൂട്ടിക്കോ, പക്ഷേങ്കിൽ ഇനി ഇത് ആവർത്തിച്ചിട്ടുണ്ടല്ലോ നിന്നെ ഞാൻ ഇവിടെ കയറ്റി കെട്ടി താത്തത്തുള്ളൂ. അതും പറഞ്ഞിട്ട് പ്രകാശം ഭാനുമതിയും മുത്തശ്ശിയും കുട്ടി അങ്ങോട്ട് പോകുമ്പോൾ കല്യാണി സങ്കടപ്പെട്ട് നിൽക്കുമ്പോൾ ദീപ ഓടിച്ചെന്ന് ആ മണി എടുത്തോണ്ട് വീണ. അത് വീണ്ടും കല്യാണിന്റെ കഴുത്തെ കെട്ടാൻ നോക്കി. വേണ്ട അമ്മ, വേണ്ടാന്ന് പറഞ്ഞു. വേണം മോളെ, ഇതുണ്ടെങ്കിലും എനിക്ക് നിന്നെ രക്ഷിക്കാൻ പറ്റുള്ളൂ. ഇതിന് മണിയുടെ ശബ്ദം കേട്ടിട്ട്, ഇതില്ലെങ്കിൽ പറ്റില്ല, നീ ഇത് കഴുത്തെ കെട്ട്. അങ്ങനെ വീണ്ടും കല്യാണിന്റെ കഴുത്തേലേക്ക് ആ മണി കെട്ടി കൊടുക്കുകയാണ്. അതേസമയം കല്യാണിക്ക് നല്ല സങ്കടം ഉണ്ടായിരുന്നു. ഇതെല്ലാം പ്രകാശിനെ ഒന്ന് ആലോചിക്കുമായിരുന്നു. താൻ ചെയ്ത ക്രൂരതകൾ എത്രമാത്രം ക്രൂരതകൾ കല്യാണിയോട് ചെയ്തിട്ടുണ്ട്. ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ക്രൂരതകളൊക്കെ ചെയ്ത അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോഴത്തേനും പ്രകാശന് സമനില എത്തുന്ന പോലെ തോന്നി. അപ്പോഴേക്കാണ് കല്യാണി അങ്ങോട്ട് കയറി വരുന്നത്. കല്യാണിയെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും പ്രകാശൻ ചോദിച്ചു, അല്ല മോളെ, ആ മണി എന്തെന്ന് ചോദിക്കുകയാണ്. മണിയോ? ഏത് മണി? അല്ല, കുറച്ചു കാലം നിന്റെ കഴുത്തിലൊരു മണിയില്ലായിരുന്നോ നിനക്ക് സംസാരിക്കാൻ പറ്റാത്ത സമയത്ത്? അതുണ്ടായിരുന്നു വെച്ചാ, അത് കുറെ കാലം ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ക്ഷേത്രത്തിന്റെ അവിടുത്തെ ആ പാലമരത്തിന്റെ അവിടെ ഞാനിത് കൊണ്ടുപോയി കെട്ടിയിട്ടെന്ന് പറയാണ്. കെട്ടിയിട്ടോ? ഇപ്പോഴത് അവിടെ ഉണ്ടോ? ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോകുമ്പോൾ നോക്കാറുണ്ട്. അല്ല, അച്ഛൻ എന്താ ഇപ്പൊ അതിനെക്കുറിച്ച് ചോദിച്ചേ? അത് പിന്നെ മോളെ, ഞാൻ നിന്നെ കുറെ ഉപദ്രവിച്ചിട്ടുണ്ടല്ലോ. അന്ന് ആ സമയത്ത് ദീപ ആ മണി നിന്റെ കഴുത്തിൽ കെട്ടി തന്നെ. അന്നല്ല നീ രക്ഷപ്പെട്ടിരുന്ന ആ മണി കൊണ്ടായിരുന്നല്ലോ. എനിക്കെന്തോ ഇപ്പം അതൊക്കെ ഓർക്കും ഭയങ്കര വിഷമം വരുന്നുണ്ട്. നീ അതൊക്കെ ഓർക്കുന്നുണ്ടോ മോളെ? അതൊക്കെ എനിക്ക് അത്ര പെട്ടെന്ന് മറക്കാൻ പറ്റുന്ന കാര്യമാണോ അച്ഛാ? അതൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്. എന്നിട്ട് നിനക്ക് എന്നാ മോളെ എന്നോട് ദേഷ്യമില്ലാത്തെ? നീ ഒരു കാര്യം ചെയ്യ, എന്നെ നോക്കണ്ട, നീ എന്നെ അങ്ങോട്ട് കൊന്നു കളഞ്ഞേരെ. എനിക്കതിന് പറ്റില്ല അച്ഛാ. എനിക്ക് അച്ഛനെ ശത്രുവായിട്ട് ഒരിക്കലും കാണാനായിട്ട് സാധിക്കില്ല. എന്റെ ശത്രു എന്ന് പറഞ്ഞാൽ അറിയാലോ, ക്രൂരനായ ആ ഗംഗാപ്രസാദാണ്. അവനെ പോലെയുള്ള ദുഷ്ടൻ. അവൻ ഒരിക്കലും ഭൂമിക്ക് മേലെ ജീവിച്ചിരിക്കാൻ പാടില്ല. എനിക്ക് അവനും ഇപ്പം എൻ്റെ ശത്രുവായിട്ടുള്ളൂ. അതൊക്കെ പറഞ്ഞിട്ട് കല്യാണി അങ്ങോട്ടേക്ക് പോവാണ്. ആ സമയത്ത് പ്രകാശിന് ഭയങ്കര സങ്കടമായി. പാവം മോള്, താൻ എത്രമാത്രം അവളെ ഉപദ്രവിച്ചിട്ടുണ്ട്, എന്നിട്ട് അവൾക്ക് തന്നോട് അത്രയ്ക്ക് സ്നേഹമാണ്. പ്രകാശിന്റെ കണ്ണൊക്കെ നിറഞ്ഞൊഴുകി. ഇതേ സമയം ഗംഗാപ്രസാദ് സ്റ്റെഫിയും കൂടെ വേഷം മാറുവാണ്. മണ്ഡലകാലമല്ലേ വരുന്നേ, അപ്പം ഉറപ്പായിട്ടും ഇനി അവരെ ഇല്ലാതാക്കാണ്ട് ചില കാര്യങ്ങളൊക്കെ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് ആലോചിച്ചു. ഒടുവിൽ എന്ത് ചെയ്യണം, ഒരു അയ്യപ്പനായിട്ട് അല്ലെങ്കിൽ സ്വാമിയായിട്ട് വേഷം മാറിയേക്കാം എന്ന് കരുതി. അങ്ങനെ സ്വാമിയായിട്ട് വേഷം മാറുവാണ്. അപ്പം മണ്ഡലകാലത്ത് മലയ്ക്ക് വേണ്ടിയിട്ട് മലയോടാനായിട്ട് കാവ്യവേഷമോ കറുത്ത വസ്ത്രമൊക്കെ ധരിക്കുമല്ലോ. ആ ഒരു കറുത്ത വസ്ത്രമാണ് തിരഞ്ഞെടുത്തത്. അതുപോലെ തന്നെ സ്റ്റെഫി അതുപോലെ തന്നെ പ്രായം ചെന്ന പോലെ തന്നെ മുടിയൊക്കെ വെച്ച നിറച്ച മുടിയൊക്കെ പിറ്റ് ചെയ്തു. ഗംഗാപ്രസാദ് അതുപോലെ തന്നെ കുറെ താടിയൊക്കെ നീട്ടി വെളുത്തതുപോലെ നിറച്ച താടി മുടിയൊക്കെ വെച്ച് സെറ്റായി. ഇപ്പം എന്നെ കണ്ട എങ്ങനെയുണ്ട്? കറുത്ത വേഷമൊക്കെ ധരിച്ചു കഴിഞ്ഞപ്പോഴത്തേനും പ്രായമായ രണ്ടുപേര് മലയ്ക്ക് പോകാനായിട്ട് മാല ഇടാനായിട്ട് തയ്യാറായിട്ട് നിൽക്കുന്നു. അങ്ങനെ തോന്നുള്ളൂ. സ്റ്റെഫി പറഞ്ഞു, ഇപ്പം ഗംഗയെ കണ്ടാൽ പോലും മനസ്സിലാവില്ല. അങ്ങനെ വേണം, ഒരു കാരണവശാലും ആർക്കും മനസ്സിലാവില്ല. അതുകൊണ്ടല്ലേ ഞാൻ ഈ വേഷപ്പകർച്ച നടത്തിയിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ രണ്ടുപേരും കൂടെ സന്തോഷത്തോടെ ഇറങ്ങുവാണ്. ഉറപ്പായിട്ട് ക്ഷേത്രത്തിൽ അവർ വരും. ക്ഷേത്രത്തിൽ വരുന്ന സമയത്ത് പിടികൂടാം. ക്ഷേത്രത്തിൽ വന്ന് പ്രാർത്ഥിക്കുമല്ലോ. വൃശ്ചിക മാസമല്ലേ, വൃശ്ചിക മാസം തുടങ്ങുന്ന ദിവസമായിട്ട് വരികയും ചെയ്യും. ആ ഒരു പ്രതീക്ഷയായിരുന്നു അവർക്ക് രണ്ടുപേർക്കും ഉണ്ടായിരുന്നത്. അങ്ങനെ അവർ ക്ഷേത്രത്തിലേക്ക് പുറപ്പെടുവാണ്. ഈ സമയത്ത് കല്യാണിയും പ്രകാശനും കൂടെ ക്ഷേത്രത്തിലേക്ക് വരുവാണ്. ക്ഷേത്രത്തിലേക്ക് വന്ന് ആ പാലച്ചോട്ടിലേക്ക് എന്നിട്ട് പറഞ്ഞു, ദേ അച്ഛാ നോക്കി ഇത് കണ്ടോന്ന് പറയണം. അത് കേട്ട് കഴിഞ്ഞപ്പോൾ പ്രകാശൻ പറഞ്ഞു, ഇത് മറ്റേ മണിയല്ലേ മോളെ? അതെ, അതാ മണിയാന്ന് പറയണം. പ്രകാശൻ എന്ത് ചെയ്തു, ആ മണിയല്ലെന്ന് തൊടുവാണ്. പ്രകാശിന്റെ പല പല ഓർമ്മകളും പ്രകാശന്റെ മനസ്സിലേക്ക് ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. പ്രകാശൻ ഒരിക്കലും പ്രതീക്ഷ കാര്യമായിരുന്നില്ല താനെന്ന് അത്ര ഉപദ്രവിച്ച തൻ്റെ മോള് തനിക്കിപ്പോൾ താങ്ങും തണലുമായിട്ട് വരുമെന്നൊക്കെയുള്ള. അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ എന്ന് കാണുന്നത്. ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.